ശ്രാപികളെ കണ്ടേ ശായ നിൻ മുമ്പിൽ ബാറക്കുമോ ലൈസോ. സർവശക്തനായ ദൈവത്തെ ഏകാഗ്രമായി നമ്മൾ ആരാധിക്കുകയാണ്. സ്തുതിയും കൃതജ്ഞതയും ആരാധനയും ഇത് മൂന്നും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആരംഭിച്ച് അധരത്തിലൂടെ പുറത്തു വരുമ്പോൾ ആ വ്യക്തി ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിച്ചേരും. അത്ര പ്രധാനപ്പെട്ടതാണ് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും. പരാതി, പിറുപിറുപ്പ്, ആവലാതി, സങ്കടം പറച്ചിൽ, അവിശ്വാസം, കലഹം, നിഷേധം ഇവയെല്ലാം നമ്മളെ നാം എത്തേണ്ടടുത്ത് എത്തിക്കില്ല. കർത്താവിൻ്റെ മുമ്പിൽ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങയെ ആരാധിക്കാത്ത, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയെ സ്തുതിക്കാത്ത, അങ്ങയ്ക്ക് നന്ദി പറയാത്ത ഒരു കാലമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ സ്വയം മഹത്വമെടുത്ത, എൻ്റെ കഴിവുകളാണെന്ന് തെറ്റിദ്ധരിച്ച, എൻ്റെ പ്രയത്നങ്ങളുടെ ഫലമാണെന്ന് വിചാരിച്ച, എല്ലാ മഹത്വവും പുകഴ്ചയും ഞാൻ ഏറ്റെടുത്ത, ദൈവത്തിന് തരാത്ത, മറ്റ് പലതിനും കൊടുത്ത, മനുഷ്യരിൽ ആശ്രയിച്ച അനേകം സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ട്. ഈ നിമിഷം കർത്താവേ, എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും കർത്താവിന് സമർപ്പിക്കുകയാണ്. കുടുംബങ്ങളിൽ അനുഗ്രഹിക്കപ്പെടാൻ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇത് അത്യാവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഹൃദയത്തിൽ നന്ദിയുണ്ടാവട്ടെ. അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിച്ചൊരു ദൈവമുണ്ട്. അത്ഭുതകരമായി വഴി നടത്തിയൊരു ദൈവമുണ്ട്. കണ്ണുനീരിൽ താങ്ങി നിർത്തിയൊരു ദൈവമുണ്ട്. വീഴാതെ പൊതിഞ്ഞു പിടിച്ചൊരു ദൈവമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ കരയാതെ ജീവിതത്തെ നോക്കാൻ പറ്റില്ല. കണ്ണുനീര് ഓരോ സംഭവങ്ങൾ ഓർക്കുമ്പോഴും ഉതിർന്നു വീഴാൻ സാധ്യതയുള്ള തരത്തിലാണ് കഴിഞ്ഞകാല അനുഭവങ്ങളിലെല്ലാം ദൈവം ഇടപെട്ടത്. കർത്താവേ, നന്ദി പറയുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിന്, ജീവിതങ്ങളെ ചേർത്ത് വെച്ചതിന്, കണ്ണുനീരിൽ താങ്ങി നടത്തിയതിന്, വീഴാതെ കാത്തു പരിപാലിച്ചതിന്, തകർച്ചകളിൽ പൊതിഞ്ഞു പിടിച്ചതിന്, മക്കളെ അനുഗ്രഹത്തിലേക്ക് നയിച്ചതിന്, ഭൗതിക നന്മകളും ആത്മീയ കൃപകളും തന്നതിന്, ദൈവത്തെ ആരാധിക്കാൻ കൃപ തന്നതിന്, ദൈവത്തെ സ്നേഹിക്കാൻ കൃപ തന്നതിന്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന്, വിശ്വാസം തന്നതിന്, സഭയിലൂടെ വളർത്തിയതിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, അതിനെ തുറന്ന് സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം തരുന്ന കർത്താവേ, അങ്ങേ പുകഴ്ത്തുന്ന കർത്താവേ, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് കർത്താവേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഈശോയേ. ശക്തിയോടെ വിളിക്കുന്നു, എല്ലാം മറന്ന് വിളിക്കുന്നു ഉച്ചത്തിൽ യേശുവേ. കരങ്ങളടിച്ച് ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തരും
പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പഠിക്കേ. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. മരുഭൂമിയെ പൊന്നുമണ്ണയും കാടയും തന്ന നല്ല കർത്താവേ കടഭാരങ്ങൾ നീ അറിയുന്നല്ലോ. ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. മരുഭൂമിയെ പൊന്നുമണ്ണയും കാടയും തന്ന നല്ല കർത്താവേ കടഭാരങ്ങൾ നീ അറിയുന്നല്ലോ. ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ. Power in the mighty name of Jesus. യേശുനാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ബന്ധനങ്ങളെ തകർക്കുന്ന സ്വർഗത്തിന്റെ ശക്തിയാൽ കാൽവരി കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ അനന്തമായ ശക്തിയാൽ യേശുവിന്റെ പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ തിരുസഭയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ ശക്തിയാലും യോഗ്യതയാലും കർത്താവായ ദൈവമേ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ഈ കണ്ണുനീരേറ്റെടുക്കണമേ. ഈ കാലതാമസത്തിൽ ഇറങ്ങി വരണമേ. ഈ സങ്കടങ്ങളിൽ ഇറങ്ങി വരണമേ. നിന്നെ ആരാധിക്കുന്ന കർത്താവേ എല്ലാ മക്കളും ഈശോയുടെ മുമ്പില് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ കരങ്ങളടിച്ച് എഴുന്നേറ്റ് നിന്ന് എല്ലാം മറന്ന് ആരാധിച്ച് ശക്തിയോടെ എല്ലാം മറന്ന് ആരാധിച്ച് കരങ്ങളടിച്ച് പാടിക്കേ. ശക്തിയോടെ പാടി പ്രാർത്ഥിച്ച് യേശുദന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളെ എടുത്തു. യേശുദന്റെ മരണത്തിനായി പാപത്തിൻ മുഖം തകർത്തു. യേശുദന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളെ എടുത്തു. യേശുദന്റെ മരണത്തിനായി പാപത്തിൻ മുഖം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ ചങ്കുകൊട്ടി വിളിക്കുന്നു ഈശോ. കരങ്ങളടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ശക്തിയോടെ ഇന്നിവിടെ ഈ നിമിഷം
വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഇന്നിവിടെ പവർ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അടിമത്തത്തിന്റെ ചങ്ങല തകർക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ, ആധിപത്യങ്ങളുടെ തല തകർക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ, കാൽവരി കുരിശിൽ നിന്ന് മനുഷ്യപാപത്തിന് പരിഹാരമായി ഒഴുകിയിറങ്ങിയ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ, യേശുവിന്റെ തിരുമുറിവിന്റെ ശക്തിയാൽ, തിരുക്കുരിശിന്റെ അടയാളത്താൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ, പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ ശരീരരക്തങ്ങളാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ജനത്തെ, ഈ കുടുംബങ്ങളെ, അങ്ങേ ആരാധിക്കുന്ന മക്കളെ, ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ മേലും അവിടുത്തെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കണമേ. തലമുറകളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങണമേ. അടിമത്തത്തിന്റെ ചങ്ങലകളെല്ലാം പൊട്ടിച്ചു കളയണമേ. മുഖങ്ങൾ തകർക്കണമേ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈശോയേ, in the name of Jesus, in the mighty name of Jesus, in the mighty name of Jesus. നാവിന്റെ കെട്ടഴിയട്ടെ. ശരീരത്തിന്റെ രോഗപീഠകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. അനേക വർഷങ്ങളായുള്ള തഴക്കദോഷത്തിന്റെ കെട്ടഴിയട്ടെ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടട്ടെ. പരാജയത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ. പരാജയത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ. ദാരിദ്ര്യത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ. ആത്മീയ മരവിപ്പ് മാറട്ടെ. മടുപ്പ്, മന്ദത, അലസത, ക്ഷീണം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ആലസ്യം, ഉറക്കം, ആത്മീയ മന്ദത യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. വിശ്വാസത്തിന്റെ അഭിഷേകം ജ്വലിക്കട്ടെ. സ്തുതിയുടെ അഭിഷേകം ജ്വലിക്കട്ടെ. കൃതജ്ഞത അഭിഷേകം ജ്വലിക്കട്ടെ. ആരാധനയുടെ കൃപ പകരപ്പെടട്ടെ. ഉച്ചത്തെ വിളിക്കുന്നു ഈശോ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച്. യേശുവിന്റെ ആദിപ്പിണരാൻ എന്റെ രോഗങ്ങളെ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. യേശുവിന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളെ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. രോഗത്തിന് എന്റെ മേൽ ഭരണമില്ല. ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിന് എന്റെ മേൽ ഭരണമില്ല. ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും ഉച്ചത്തെ വിളിക്കുന്നു ഈശോ. ശിരസ് മുതൽ പാദം വരെയുള്ള രോഗപീഠകൾ, ആന്തരിക ക്ഷതങ്ങൾ, മാനസിക രോഗങ്ങൾ, ശരീരത്തിനേറ്റ മുറിവുകൾ, ആത്മാവിനേറ്റ ആഘാതങ്ങൾ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ശക്തമായ കൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആരാധനയുടെ അഭിഷേകം പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോ. ഈശോയേ, ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ, ശക്തിയോടെ എല്ലാ മക്കളും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഉണ്ണീശോയുമായിട്ട് കടന്നു വന്നിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. സ്ത്രീകളുടെ മധ്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നിറയുന്നു. ഉന്തിരിക്കത്തിന്റെ മണം കൊടുത്ത് കർത്താവ് ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നു. സെന്റ് മൈക്കിള് കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികളെ പുറത്താക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കണ്ണിന്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു. ആസ്മ രോഗം, അലർജി രോഗങ്ങൾ സൗഖ്യം കൊടുക്കുന്നു. നടുവിന്റെ വേദന 9 പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. 7 വർഷമായിട്ട് ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കുന്ന ജീവിതങ്ങളെ യൂട്യൂബിലൂടെ കാണുന്നതായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. വിളിച്ചു പ്രാർത്ഥിച്ച മക്കളെ, സ്വർഗ്ഗം ഇവിടെയുണ്ട്. വിളിച്ചോ ഈശോയേ. പഠിക്കാൻ പറ്റുന്നില്ല, മൈഗ്രീൻ മുഖാന്തരം ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കളിൽ ധിക്കരിച്ച് ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് വിവാഹത്തിന് വേണ്ടി വീട്ടിൽ കിടന്ന് സാക്ഷ്യം ഉണ്ടാക്കുന്ന മകളെ കർത്താവ് തൊടുന്നു, ബന്ധനം അഴിയുന്നു. അനുസരണത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് വർഷിക്കുന്നു. ശരി, ഫോണിലൂടെ മോശമായ സംഭാഷണങ്ങൾ നടത്തുന്ന മക്കളുടെ മേൽ ഉള്ള ബലഹീനത ഈശോ എടുത്തു മാറ്റി ആ ദുശീലത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഈശോ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കുടുംബത്തിൽ എപ്പോഴും ശാപവാക്കുകൾ പറയുന്ന, അശുദ്ധി പറയുന്ന, മ്ലേച്ഛത പറയുന്ന 2 പേരെ മക്കളുടെ മുമ്പിൽ വെച്ച് മ്ലേച്ഛത പറയും, ശാപവാക്കുകൾ പറയും. ഈ വ്യക്തികളെ കർത്താവ് ആശീർവദിക്കുന്നു. നാവിൽ നിന്ന് തിന്മയുടെ സ്വാധീനം എടുത്തു മാറ്റുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. വീണ്ടും സെന്റ് മൈക്കിളിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. അനേക കുടുംബങ്ങളിൽ നിന്ന്, ഈ യൂട്യൂബിലൂടെ കാണുന്നവരുടെ മേൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ സാധനങ്ങൾ അഴിയുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ യേശുവേ. വാക്കേറ്റം എപ്പോഴും കുടുംബ കലഹത്തിന്റെ അരൂപികൾ മാറിപ്പോകുന്നു. വാക്കേറ്റം എടുത്ത് മാറ്റുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കസിൻ കുഞ്ഞിനെ ഇനി ദുരുപയോഗം ചെയ്യത്തില്ലെന്ന് തീരുമാനമെടുക്കാൻ പരിശുദ്ധ കുർബാനയിലെ ഈശോ മകനോട് ആവശ്യപ്പെടുന്നു. കർത്താവ് ഇതാ മകനെ, കസിനെ ദുരുപയോഗം ചെയ്യുന്ന ആ പാപബന്ധനത്തിൽ നിന്ന് മാറി നിൽക്കാം കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ജീവിത പങ്കാളിയുടെ സംശയരോഗം മുഖാന്തരം ഒത്തിരി സങ്കടപ്പെടുന്ന ഒരു മകളെ ഇതാ ആ ജീവിത പങ്കാളി ഈശോ ആശീർവദിക്കുന്നു. സംശയത്തിന്റെ പൈശാചിക പീഡ മിഖായിലിന്റെ മധ്യസ്ഥതയാൽ, പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. 7 പേർക്ക് മരിക്കണമെന്നുള്ള ചിന്ത എടുത്തു മാറ്റി ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മന്ത്രവാദത്തിന്റെ കെട്ടുകൾ അഴിയുന്നതായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. കുടുംബത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന മന്ത്രച്ചരടുകളെ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ശരീരത്തിലുള്ള വേദനകൾ അപ്രതീക്ഷിതമാകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. അൾസർ രോഗം സുഖപ്പെട്ട് കിട്ടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഇയർ ബാലൻസ് എഴുന്നേൽക്കുമ്പോൾ എല്ലാം തെറിച്ച് മാറി വീണു പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഒരു കുടുംബത്തിന് കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. വീണ്ടും കണ്ണിന് രോഗമുള്ളവര് പ്രാർത്ഥിച്ചുകൊള്ളുക. കണ്ണുനീര് അങ്ങനെ രോഗപീഠയുള്ളവര് പ്രാർത്ഥിച്ചുക. കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ചിലർക്ക് ശക്തമായ കുന്തിരിക്കത്തിന്റെ സുഗന്ധം ഇവിടെ വ്യാപിക്കുന്നുണ്ട്. ഈശോയെ കാണാൻ കിട്ടുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. ഈശോയുടെ അങ്കി ചിലരുടെ ശരീരത്തിൽ വരുന്നതായിട്ട് വീണ്ടും വെളിപ്പെടുത്തി തരുന്നുണ്ട്. വീട് പണി പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ കൊടുക്കുന്നു. കാലിന്റെ മുട്ടിനുള്ള വേദന കർത്താവ് എടുത്തു മാറ്റി
മുട്ടിനകത്തെ എന്തോ രോഗം വ്യക്തമായിട്ട് സുഖപ്പെടുത്തുന്നു. കാൽമുട്ടുകളെ ഈശോ പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുന്നത് പോലെ സൗഖ്യം വെച്ച് വ്യാപരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. മെത്രാനോട് ദേഷ്യമാണ്, മെത്രാനോട് വിരോധം വെച്ച് പുലർത്തുന്നു. എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് അപഖ്യാതി പറയുന്ന പോലെ സംസാരിക്കുന്നു. ആ മകന്റെ നാവിനെ ഈശോ വിശുദ്ധീകരിക്കുന്നു, ബന്ധനം അടിയുന്നു. അഭിമന്യ പിതാവിനെ സ്നേഹിക്കാൻ കൃപ കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കുക. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് ശക്തമായ അഭിഷേകം കർത്താവ് തന്ന് അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാ മക്കളും ശക്തമായിട്ട് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മക്കളുടെയും മടക്കയാത്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ആലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന മക്കളെ, അവരുടെ വാഹനങ്ങളെ, വഴികളെ, കടന്നു പോകുന്ന ദിശയെ എതിരെ വരുന്ന വാഹനങ്ങളെ, കർത്താവെ, കാൽനടയായി കടന്നു പോകുന്നവരെ, കർത്താവെ, അവർ നടന്നു പോകുന്ന വഴികളെ, അവർക്കെതിരെയും അവർ പോകുന്ന ഭാഗത്തേക്കും വരുന്ന വാഹനങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ പരിശുദ്ധമായ സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, മക്കളുടെ എല്ലാം വഴികളെ അവിടുന്ന് പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ആലയത്തെയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയും ഇവിടെ കടന്നു വന്ന ഈ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെത്തി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.